ശൂന്യമായി കിടക്കുന്ന ആ പടകിനകത്തിൽ നിന്നുകൊണ്ട് അവർ അടുത്ത ദിവസത്തെ അധ്വാനത്തിന് വേണ്ടി ആ വല നന്നാക്കുമ്പോൾ കർത്തൻ അവരോട് ചേർന്ന് നിന്നിട്ട് പറയുകയാണ്, പടക് ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. ആ രാത്രിയിൽ അസാധാരണമായ അത്ഭുതം അവരുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുകയും അവർ ഇതുവരെ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു മീൻപിടുത്തം അവരുടെ ജീവിതത്തിൻ്റെ മേൽ ലഭിച്ചു. കർത്താവിൻ്റെ വാക്കിന് നീ മുമ്പോട്ട് പോകാൻ തയ്യാറാണ് എങ്കിൽ ആ കർത്തൻ നിന്നെ മാനിക്കാൻ തയ്യാറാണ്. പഴയ നിയമത്തിൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് കർത്തൻ പറയുന്നു, ഈ ക്ഷാമകാലത്ത് എൻ്റെ വാക്കനുസരിച്ച് നീ വിതയ്ക്ക്, അവിടെ 100 മേനി ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങളെയും ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളും വിളിച്ചു പറ, കർത്താവേ, അങ്ങയുടെ ശബ്ദം കാതിൽ കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു. അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ മുമ്പോട്ട് ചുവടുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പാ, അവിടുന്ന് അരുളി ചെയ്യണമേ. സാമുവേൽ ആ ആലയത്തിനകത്തിലിരുന്ന് അതാ പറഞ്ഞത്, അടിയനിതാ അരുളി ചെയ്യണമേ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി ചെന്നിട്ട് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ചെയ്തു തന്ന ഉപകാരങ്ങളെ നന്ദി അർപ്പിച്ചിട്ട് വിളിച്ചു പറ, അടിയനിതാ അരുളി ചെയ്യണമേ. അങ്ങനെയുള്ള അരുളപ്പാട് നിങ്കലേക്ക് എത്തുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി അത് 100% ശ്രേഷ്ഠമായി അത് വെളിപ്പെടും. പിന്നീട് നീ പരാജയം അനുഭവിക്കത്തില്ല. ഇതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പിന്നെ പറ്റത്തില്ല. ഇത് കർത്താവ് എനിക്ക് ചെയ്തു തന്ന നന്മയാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് ചൂടുവെക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇസ്ഹാക്കിന്റെ ജീവിതത്തിന്റെ മേൽ ആ വെളിപ്പെട്ട 100% റിസൾട്ടിനകത്ത് അവൻ ബഹുസമ്പന്നനായി, വർദ്ധിച്ച് അവൻ ബഹുസമ്പന്നനായി. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അവനോട് അസൂയ തോന്നുന്ന രീതിയിലുള്ള വലിയ സമൃദ്ധി അവന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു. പത്രോസിന്റെ ജീവിതത്തിലും ആ രാത്രിയിൽ സംഭവിച്ചത് അസാധാരണമായ ദൈവപ്രവൃത്തിയാണ്. തന്റെ പടകു മാത്രമല്ല കർത്താവ് നിറച്ചു കൊടുത്തത്, ആ സർക്കിളിൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഒന്നും ലഭിച്ചു കാണത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് പത്രോസ് അവരെയും കൂടെ വിളിച്ചു, അവർക്കും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവപൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരുന്ന ആ 100% ഉണ്ടല്ലോ, നിന്നെ നിന്ദിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്ത വ്യക്തികൾക്കെല്ലാം നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നിൽ നിന്ന് അവരിലേക്ക് ചില നന്മകൾ കൈമാറാനും കർത്താവ് സഹായിക്കും. അവരപ്പം നന്ദിയോടെ ഓർക്കും, അവരാണ് യഥാർത്ഥ ദൈവഭക്തൻ. അപ്പോൾ ഓർക്കുക, നിന്റെ ജീവിതത്തിന്റെ മേൽ അനുഗ്രഹം കടന്നു വരുമ്പോൾ നിനക്ക് മാത്രമല്ല, അത് യഥാർത്ഥമായി നിന്റെ തലയെ ഉയർത്തുന്ന അനുഗ്രഹം കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ ഉറപ്പോടെ വിശ്വസിച്ച് മുമ്പോട്ട് ചുവടുവെക്ക്. കർത്താവ് നിങ്ങളെ അതിന് സഹായിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.